ദേ നോക്കി, ഇന്ന് ആവണിയാവട്ട. അതുകൊണ്ട് തന്നെ നമ്മുടെ പൈ ചേട്ടനും വൈഫും കൂടി നമുക്കൊരു വിഭവം തന്നു വിട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രത്യേകത കൊണ്ട് തന്നെ അവരുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ വിഭവമാണ്. ഇതിൻ്റെ പേര് ഹിട്ടു എന്നാണ്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത് കഴിക്കുന്നത്. നിങ്ങളിൽ പലരും കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ ഇങ്ങനൊരു വിഭവം ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. ഇത് നമ്മുടെ ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലിക്ക് അരയ്ക്കുന്ന പോലത്തെ മാവ് തന്നെ വച്ചിട്ടുള്ള ഒരിതാണ്. പക്ഷേ ദേ ഇതിൻ്റെ ഇലയുടെയൊക്കെ പ്രത്യേകത കണ്ടോ, ദേ ഇങ്ങനെയൊക്കെയാണ് അത് ഉണ്ടാക്കുന്നത്. ഏകദേശം ഒരു ഇഡ്ഡലിയുടെ അനിയെന്നോ ചേട്ടനെന്നോ ഒക്കെ പറയാം. പക്ഷേ ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ കഴിക്കാനായിട്ട് ദേ ഒരു അച്ചാർ തന്നു വെച്ചിട്ടുണ്ട്. ഇത് എന്തച്ചാറാണെന്നറിയോ? ചേനയുടെ അച്ചാറാണ്. ഇത് ചേന അച്ചാർ. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കറികളാണ്. ഇതൊരു സ്വീറ്റ് ആയിട്ടുള്ള കറിയാണ് കേട്ടോ. ഇത് ഏത്തപ്പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഒരു കറിയുണ്ട്, വെൽവെൽ എന്ന് പറയുന്ന കറി. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു കിഴങ്ങ് കറി, കിഴങ്ങ് വെച്ചിട്ടുള്ള കറി. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് അച്ചാർ കഴിക്കുന്നത്, അതും ചേന അച്ചാർ. അപ്പോൾ ചേന അച്ചാർ കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കിയാലോ. അപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇന്നൊരു പീസ് എടുത്തിട്ട് ഇതേ അച്ചാറിൽ മുക്കിയിട്ട് നല്ല എരിവാട്ടോ, പക്ഷേ നല്ല ടേസ്റ്റുണ്ട്. ഇനി ഇത് മധുരക്കറിയാണ്. ഇതിനകത്ത് പഴമൊക്കെ കൂടിയാട്ടോ ഇട്ടിരിക്കുന്നത്. അതും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് കൊള്ളാം. കിഴങ്ങ് കറി പിന്നെ നമ്മൾ എപ്പോഴും കഴിക്കുന്നതല്ലേ. പിന്നെ നമ്മുടെ ഈ വെൽവെൽ എന്താ സംഭവം ഒന്നും കൂടി ഒന്ന് നോക്കിയേക്കാം. ഇതിന് വലിയ പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും തോന്നിയില്ല. പക്ഷെ എന്തായാലും ഈ അച്ചാറും ഇതും കൂട്ടി കഴിക്കലാണ് ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞു. അപ്പം അത് കൂട്ടി കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച് പൈ ചേട്ടൻ.